ദളപതി വിജയ് നായകനായ ജനനായകൻ സിനിമയിലെ ഉറവ് എന്നൊരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. സോങ് ഒക്കെ അവർ റിലീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി എപ്പം ബാഗൈസ് നോക്കാം. ഉറവ് സിംഗർ മധുശ്രീ, മ്യൂസിക് അനിരുദ്ധ് രവിചന്ദർ, ലിറിക്സ് വിവേക്. അനിരുദ്ധ് ആൽബം മൊത്തം അതെങ്ങനെയുള്ള അനിരുദ്ധ് ഈ ആൽബങ്ങളൊക്കെ ഹിറ്റാക്കാൻ. ശ്രീയാണ് പാട്ട് പറയുന്നത്. എല്ലാ ടൈപ്പ് പാട്ടും ഉണ്ട് കേട്ടാ. ഫുൾ വീക്ക് ആൽബമാണ്. എന്ത് വോയിസ്ഡാ മനുശ്രീ. വോയിസിലുണ്ട് ആ ഒരു ലവ് സോങ് പോലെ തോന്നുന്ന ഫീൽ സോങ്ങും. ഓ അനിരുദ്ധ് അങ്ങുന്നുണ്ട്. ഗൈസ്, ഓരോ പാട്ടും ഒന്നിനൊന്ന് മിച്ചം കേട്ടാ. എല്ലാ ടൈപ്പ് പാട്ടും ഉണ്ട്. വീക്ക് പാട്ടുകളുണ്ട്, ഇമോഷണൽ പാട്ടുകളുണ്ട്, ഡാൻസ് പാട്ടുകളുണ്ട്, ലവ് പാട്ടുകളുണ്ട്, എല്ലാം. അനിരുദ്ധിന്റെ ഒരു ഡൊമിനേഷൻ തന്നെയാണ്. വിവേകിന്റെ ലിറിക്സ് ഞാൻ പറയണ്ട, എന്ത് എന്ത് ലിറിക്സ് ആണ് പുള്ളി. മുമ്പ് ഇതേപോലെ നിങ്ങൾക്ക് വൈരമുത്തിന്റെ ലിറിക്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പുള്ളി കിടിലാണ് ആ ടൈമിൽ. അതുപോലെ ഇപ്പൊ ലിറിക്സ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ വിവേകാണ്. അത് വാലി സാറും ഉണ്ട്, അത് മുമ്പായിരുന്നു. ഇപ്പൊ ഈ വിവേകിന്റെ ആ ലിറിക്സ് എഴുതുന്നത്, പുള്ളി ഇതുപോലെ കവിത പോലെയാണ് എഴുതുന്നത്. ഓരോ ഇതിൽ കവിതകളും കാര്യങ്ങളൊക്കെ വരും. അനിരുദ്ധിനെ പറയാൻ എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അനിരുദ്ധിന്റെ കാര്യത്തില്. ഇതൊരു ഇമോഷണൽ സമയത്ത് വരാൻ മധുശ്രീയുടെ ആ ഒരു വോയിസ് ഒരു ഇമോഷണൽ സോങ് പോലെ, അറ്റ് ദ സെയിം ടൈം ആ ഒരു ഹമ്മിങ് ആയിട്ട് ചേർത്ത് വന്നപ്പോ ഒരു ലവ് സോങ് പോലെ തോന്നുന്നു. എല്ലാ മ്യൂസിക് ട്രൈ ചെയ്യുന്നുണ്ട്. മ്യൂസിക്കിന്റെ ഗെഞ്ചി പൊളിയുടെ കേട്ടാ. പാട്ടിനായിട്ട് ഇതൊക്കെ റിലീസ് ചെയ്യാത്ത എന്താടാ. ഓരോ മാസത്തിൽ ഓരോ പാട്ടൊക്കെ റിലീസ് ചെയ്തുകൊണ്ടായിരുന്നു അല്ലേ ഗൈസ്? ഓ, വൻ നോയ്സ് കേട്ടാ. ലിറിക്സ് വിവേക് വേറെ ലെവലിലാണ്. ഒരു ബ്ലെസ്ഡ് വോയിസ് അല്ലേ, കേൾക്കുമ്പോ തന്നെ ഒരു ലവ് ഫീലിംഗ് പോലെ. അനിരുദ്ധ് വിചാരിച്ചു ഞാൻ ഓ അനിരുദ്ധ് കരയിപ്പിക്കും. അപ്പോ ഉദ്ദേശം ഞങ്ങളെ കരയിപ്പിച്ചു വിടുക എന്നുള്ളത് തന്നെയാണ്. ഈ പാട്ടുകളൊക്കെ ഇരുന്നിട്ട് ഇതിൽ നിന്ന് റിലീസ് ചെയ്യാത്ത എന്താണ്? ഓരോ മാസത്തിൽ ഓരോ പാട്ട് റിലീസ് ചെയ്തെങ്കിലും അത് ഓരോ നാട്ട് പയ്യെ പയ്യെ കേൾക്കായിരുന്നല്ലോ. ഇത്രയും പാട്ടുണ്ടായിരുന്നു, ഇതെല്ലാം ഇപ്പൊ ഒറ്റയടിക്കെല്ലാം റിലീസ് ചെയ്ത് വിടുന്നു. ഓരോ മാസത്തിൽ ഓരോ പാട്ട് റിലീസ് ചെയ്തെങ്കിലും മതിയായിരുന്നല്ലോ. ഒരു കാര്യം മനസ്സിലായി, ക്ലൈമാക്സോടെ ആൾക്കാരെ തീർത്തിട്ടേ വിടൂ. കരയിപ്പിച്ച് എമോഷണലാക്കി ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാം നടക്കുന്നുണ്ട്. എന്തൊക്കെ നിങ്ങൾ വിചാരിച്ചാലും ഞാൻ തളരൂല. ഓരോ പാട്ട് ഇപ്പം ആദ്യം തളപതി വെട്ടിക്കൊണ്ടാൻ ആ ഒരു ഓഡിയോ സോങ് ആവട്ടെ, അതിനുശേഷം ദ ട്രൂ ലീഡർ ആ ഓഡിയോ സോങ് ആവട്ടെ, അതിനുശേഷം
ഓ ഉള്ള ഒളിച്ച ഉയരെ കേട്ട് ഉയരും പോയി. ഉന്നെ രസിച്ച കൂട്ടേങ്ക തനിയാ കിടക്ക്, സിംഹാസനം തനിയാ കിടക്ക്. ആൻഡ് ഇത് ഉറവേ അത് മധുശ്രീ ആ ഒരു ഫീലിംഗ് ആയിട്ട് ഇമോഷണൽ ആയിട്ട് വന്നപ്പോ ആ ഒരു ഹമ്മിങ് ആയിട്ട് ഒരു പിച്ച് കൂട്ടി പാടിയപ്പോ ഒരു വൻ ലവ് പാട്ട് പോലെ തോന്നി. ആ വോയിസ് വൻ മധുരമായിട്ട് തോന്നി. ആൻഡ് അനിരുദ്ധിന്റെ ഇടയിൽ ഹമ്മിങ് ലലലേ ആൻഡ് വിവേകിന്റെ ലിറിക്സും. എടാ ഈ പടത്തില് അനിരുദ്ധ് മ്യൂസിക് പീക്കാട്ടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഒന്നിനൊന്നും മെച്ചാണ്. പുള്ളി പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്റെ പരമാവധി ബെസ്റ്റുകൾ ഈ പടത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എനിക്കൊണ്ട് സിനിമയിലും BGM മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം നല്ല കിടിലൻ സാധനങ്ങൾ പറയും. ഇമോഷണൽ ആവട്ടെ, മാസ് ആവട്ടെ, ലവ് ആവട്ടെ, കോമഡി ആവട്ടെ, കണ്ടു തന്നെ അറിയണോടാ. മിക്കവാറും പടത്തിൽ എല്ലാരെയും കരയിപ്പിച്ചു വിടാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിലും കാരണം ലാസ്റ്റ് പടമല്ലേ, ഇനി വേറെ ഉറവേ സോങ് കിടില ഒരു ഫീൽ ഫീൽ ഗുഡ് പാട്ട്.